എന്തിനാണ് കൗൺസിലേഴ്സ് ഇങ്ങനെ ചതിക്കുന്നത്? എന്തിനാണ് ധ്യാന ഗുരുക്കന്മാർ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? നമ്മുടെ മുൻ തലമുറയുടെ പാപത്തിന്റെ ഫലം മക്കൾ അനുഭവിക്കണമോ? വീടിന്റെ സ്ഥാനം ശരിയല്ല, കിണർ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. ഈ മുറി ഇവിടെ നിന്ന് മാറ്റി അവിടേക്ക് പണിത് കഴിഞ്ഞ പ്രശ്നം മാറും. ബ്രദറെ, ഞാൻ ധ്യാനിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദർശനം കിട്ടി പറഞ്ഞതാ. എന്ത്? സത്യവിശ്വാസത്തിന് വിരുദ്ധമായ വസ്തുത. ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപാടും കിട്ടുന്നുണ്ടെങ്കിൽ നിന്റെ ദർശനങ്ങളും വെളിപാടും സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് മെത്രാൻ പറയുന്നതല്ലല്ലോ വേദവാക്യം, ധ്യാനഗുരു പറയുന്നതല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഒരു സഹോദരി ഒരു ധ്യാനം കൂടാൻ പോയി. ആ സഹോദരിയുടെ പ്രശ്നമെന്ന് പറയുന്നത് ഭർത്താവുമായിട്ടുള്ള വഴക്കാണ്. ആ സഹോദരി ധ്യാനത്തിന് പോയി. കൗൺസിലർ ആ സഹോദരിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കാരണം കണ്ടെത്തി. ആ കാരണം ഇതാണ്: ഭർത്താവിൻ്റെ പൂർവികർ, മുൻ തലമുറ ചെയ്തു വെച്ച പാപത്തിൻ്റെ ഫലമാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അദ്ദേഹത്തിന് ഒരിക്കലും നിങ്ങളുടേതായ രീതിയിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം അദ്ദേഹത്തിന് പൂർവികരുടേതായ ശാപങ്ങളുണ്ട്, അല്ലെങ്കിൽ പൂർവികരുടേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവരുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ തലമുറകൾക്ക് വേണ്ടി 6 തലമുറ വരെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നം മാറുകയുള്ളൂ. ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കെട്ടിരിക്കുന്നത് 6 തലമുറകളോളമുള്ള ആളുകളുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ കെട്ടുകളാണ്. ഇത്രയും പറഞ്ഞപ്പോൾ ഈ സഹോദരി ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നോട് സംസാരിച്ചു. പറയുകയാണ്, ബ്രദറെ, യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നം എൻ്റെ ഭർത്താവൊന്നുമല്ല, ഞങ്ങൾ തമ്മിലുള്ളതല്ല പ്രശ്നം. ഭർത്താവിൻ്റെ പൂർവികരുടെ തലമുറയായിട്ടുള്ള ശാപമാണ്, അവരുടെ പാപത്തിൻ്റെ ഫലമാണ്. അതാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വഴക്ക് മാറാൻ പോകുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി ധ്യാനം കൂടി കിട്ടിയ ഒരു സന്ദേശമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിലൂടെ എന്താണ് അവസാനം ഉണ്ടാകുന്നത്? മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. പൂർവികർക്കാണ് കുറ്റപ്പെടുത്തൽ. ഇനി തലമുറകളുടെ ദോഷം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ സാമ്പത്തിക ചെലവ്, ദാനധർമ്മങ്ങൾ, മറ്റു ചെലവുകൾ, ഇതൊക്കെ തീർക്കണ്ടേ? എന്തിനാണ് കൗൺസിലേഴ്സ് ഇങ്ങനെ ചതിക്കുന്നത്? എന്തിനാണ് ധ്യാന ഗുരുക്കന്മാർ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? ബൈബിളിൽ ഉണ്ടല്ലോ ഈ വിഷയം, പിന്നെ എന്തെങ്ങനെ പറയുന്നത്? ശരിയാണ്, ബൈബിളിലുണ്ട്. കായേൻ ആബേലിനെ കൊന്നു. കായേലിൻ്റെ പുത്രൻ തലമുറയിൽ ലാമെക്ക് അതിനിരട്ടി തെറ്റ് ചെയ്തു, 2 പേരെ കൊന്നു. അപ്പോൾ ഈ വിഷയം ബൈബിളിലുണ്ടല്ലോ. അതുപോലെ തന്നെ അബ്രാഹാം ചെയ്ത അതേ തെറ്റ് ഇസ്ഹാക്ക് ചെയ്യുന്നു. അബ്രാഹാം തൻ്റെ ഭാര്യയെ ഫറവോ രാജാവിനെ കൊടുക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവം ഇടപെടുന്നു. ഇതേ തെറ്റ് ഇസ്ഹാക്ക് തൻ്റെ ഭാര്യ റബേക്കയെ ഇതുപോലെ ഫറവോയ്ക്ക് കൊടുക്കാൻ നിർബന്ധിതനാകുന്നു. അപ്പോൾ അതേ പാപം ആവർത്തിക്കുക. ദാവീദ് രാജാവ് ചെയ്ത പാപത്തിന്റെ ശിക്ഷയെ ആ കുട്ടി അനുഭവിച്ചത്. കുഞ്ഞ് മരിച്ചുപോയി. പിന്നീട് അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദാവീദ് ചെയ്ത പാപത്തിന്റെ ഫലമായി അവരുടെ കുടുംബത്തിലെ ദാവീദിന്റെ മകൻ ആ കുടുംബത്തെ ആക്രമിക്കുകയും കുടുംബത്തിലെ ദാവീദിന്റെ ഭാര്യമാരെ പരസ്യമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു. ബൈബിളിൽ ഉണ്ടല്ലോ വളരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് സുവിശേഷം? സുവിശേഷത്തിലൂടെ എന്താ പറഞ്ഞു വെക്കുന്നത്? ഈശോയുടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, ഇവൻ അന്ധനായിരിക്കുന്നത് ആരുടെ പാപം മൂലമാണ്? ഇവന്റെയാണോ? ഇവന്റെ മാതാപിതാക്കളുടെയാണോ? പൂർവികരുടെയാണോ? ജനം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വം ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് യേശു വീണ്ടും ചോദിക്കുകയാണ്, പീലാത്തോസ് തങ്ങളുടെ ബലിവസ്തുക്കളിൽ അവരുടെ രക്തം കലർത്തി അവരെ കൊന്നുകളഞ്ഞു. ആരുടെ പാപനിമിത്തമാണ്? യേശു വീണ്ടും ചോദിക്കുകയാണ്, ഗോപുരം പണിതപ്പോൾ ഗോപുരം ഇടിഞ്ഞ് അനേകം പേർ മരിച്ചു. ആരുടെ പാപനിമിത്തമാണ്? എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളും അനുദപിച്ചില്ലെങ്കിൽ ഇതുപോലെ നശിക്കും.
മെസ്സേജ് അവിടെ തരുന്നത്. അല്ലാതെ ആരുടെയും പാപനിമിത്തമോ പൂർവികരുടെ പാപനിമിത്തമോ അല്ല. ഇന്ന് നാം മാറേണ്ടതിന് പകരം നമ്മുടെ പൂർവികരെ മാറ്റം നടത്തുകയാണ് പലരും. ഒരു ധ്യാനം എന്ന് പറയുന്നത് മാനസാന്തരം സംഭവിക്കേണ്ടത് നമുക്കാണെന്ന്. മാറേണ്ടത് ഞാനാണ്, എനിക്കാണ് മാനസാന്തരം സംഭവിക്കേണ്ടത്. പലരും ധ്യാനം കൂടെ വന്നു കഴിഞ്ഞാൽ, മദറേ എൻ്റെ ഭർത്താവ് മാറുന്നില്ല, എൻ്റെ ഭർത്താവ് കുടിയനാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ളതാണ്, എൻ്റെ മകൻ ഇങ്ങനെയുള്ളതാണ്, എൻ്റെ മരുമകൾ ഇങ്ങനെയുള്ളതാണ്, അവരൊന്നും മാറിക്കിട്ടണം എന്ന് പറഞ്ഞു വരികയാണ്. അപ്പൊ അവരോട് പറയേണ്ടത് നിങ്ങൾ മാറൂ എന്നാ പറയേണ്ടത്, നിങ്ങളാണ് മാനസാന്തരപ്പെടേണ്ടത്. അതിന് പകരം പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ പൂർവികർ മാറാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കണത്. എന്തൊരു അബദ്ധ ജटिലമായ ഒരു പ്രഘോഷണമാണിത്. അപ്പോൾ മറ്റൊന്ന് ചിന്തിക്കണം, പൂർവികരുടേതായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു കുടുംബത്തെ ഭരിക്കുന്ന ഒരു തിന്മശക്തി ഉണ്ടാകാം. ഉദാഹരണം, അപ്പം കുടിയനാണ്, മകൻ മദ്യപാനത്തെ വെറുക്കുന്നു, അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ മകൻ കുടിക്കാൻ ആരംഭിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? ആ പാപം ആ ഭവനത്തെ ഭരിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ അതിനെന്താ പ്രതിവിധി? യേശു ക്രിസ്തുവാണ് പ്രതിവിധി. പൂർവികരുടെ പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ശപിച്ചു കുത്തിരിക്കില്ല. ഞാൻ മാറിയാൽ മാത്രം മതിയെന്നേ, ഞാൻ മാനസാന്തരപ്പെട്ടാൽ മാത്രം മതി, ഞാൻ യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഞാൻ ദൈവമകനായും ദൈവമകളായും മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം, ആ തിന്മയുടെ സ്വാധീനം വിട്ടുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുൻ തലമുറയുടെ പാപത്തിന്റെ ഫലം മക്കൾ അനുഭവിക്കണമോ വേണ്ട എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുക. പിന്നെ പക്ഷേ നമ്മുടെ പിതാക്കന്മാർ ആരുടെയെങ്കിലും വസ്തുവകകൾ തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ആ വസ്തുത നമുക്കറിയാമെങ്കിൽ, അത് അവർക്ക് ലഭിക്കേണ്ട സമ്പത്താണെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ പ്രതികാരത്തിനായി ദാഹിക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ, നമുക്കത് അറിയാമെങ്കിൽ, അത് തിരുത്താൻ നമുക്ക് സാധ്യമെങ്കിൽ, തിരുത്തിയില്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. സഹോദരന്റെ സ്വത്ത് തട്ടിയെടുത്ത അപ്പൻ ആ സ്വത്ത് മക്കൾക്ക് തരികയാണെങ്കിൽ, അത് മക്കൾക്ക് അറിയാമെങ്കിൽ, അപ്പൻ്റെ സഹോദരൻ്റെ സ്വത്ത് തിരിച്ചു കൊടുക്കണം അവരുടെ മക്കൾക്ക്, സ്വാഭാവികം. അതല്ലാതെ അപ്പൻ പാപം ചെയ്തു, ആ പാപത്തിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്, മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ സുവിശേഷത്തിന്റെ ഭാഗം അല്ല. അത് ഒളിച്ചോട്ടമാണ്. സ്വയം മാനസാന്തരപ്പെടുന്നതിന് പകരമുള്ള ഒളിച്ചോട്ടം. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, വീടിന്റെ സ്ഥാനം ശരിയല്ല, കിണർ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നം, ഈ മുറി ഇവിടെ നിന്ന് മാറ്റി അവിടേക്ക് പണിത് കഴിഞ്ഞാൽ പ്രശ്നം മാറും. ഇങ്ങനെ വീട്ടിനെ പറ്റി, വാസ്തുവിനെ പറ്റി പറയുന്ന ആളുകളുണ്ട്. അടിസ്ഥാനപരമായി എന്താ പ്രശ്നം അറിയാമോ? ഞാൻ മാറാൻ തയ്യാറല്ല, അതുകൊണ്ട് എൻ്റെ വീട് മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ മാറാൻ തയ്യാറല്ല, അത് കിണർ മാറ്റണം. ഞാൻ മാറാൻ തയ്യാറല്ല, റൂം മാറ്റണം. മനസ്സിലായോ? മാനസാന്തരം സംഭവിക്കേണ്ടത് മുറിക്കല്ല, മാനസാന്തരം സംഭവിക്കേണ്ടത് കിണറിനല്ല, മാനസാന്തരം സംഭവിക്കേണ്ടത് നമ്മുടെ പൂർവികർ, മരിച്ചുപോയ പൂർവികർക്കല്ല. മാനസാന്തരം സംഭവിക്കേണ്ടത് എനിക്കാണ്. ഒരു കൗൺസിലർ ആയാലും ഒരു ധ്യാന ഗുരുവായാലും തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ദൈവജനത്തിന് കൊടുക്കേണ്ട സന്ദേശം നിങ്ങളുടെ പൂർവികരുടെ വിഷയമല്ല, നിങ്ങൾക്കുണ്ടാകേണ്ട മാനസാന്തരം, അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിന് പകരം ആ വിഷയത്തിൽ നിന്ന് അവരെ ഒളിച്ചോടാൻ പഠിപ്പിക്കുകയാണോ? ഇതൊരു ഒളിച്ചോട്ടമല്ലേ? സ്വയം മാറേണ്ടതിന് പകരം പൂർവികരെ മാറ്റം നടക്കുന്ന ഒളിച്ചോട്ടം. പൂർവികരെ കണ്ടെത്തി അവർ ചെയ്ത പാപത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് പരിഹാരം ചെയ്യുക, സ്വന്തം പാപത്തിന് പിന്മാറാൻ തയ്യാറല്ല. ഒരിക്കലും ഒരു പുരോഹിതൻ തന്നെ വീടുകൾ കയറി നടക്കുക. എന്തിനെ? മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിങ്ങളുടെ മരിച്ചുപോയ വ്യക്തികളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് സ്വർഗ്ഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ പോലെ ചെയ്യൂ. ജീവിച്ചിരിക്കുന്നവർ മാനസാന്തരപ്പെട്ടാൽ ആദ്യം, എന്നിട്ട് പോരെ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് എന്തോരം ചെയ്യാൻ സാധിക്കും? അവർക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാമെന്നും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാം എന്നും അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും? ഭൂമിയിലായിരിക്കുമ്പോൾ മാനസാന്തരപ്പെടണമെന്നേ. അപ്പൊ ഈ വ്യക്തികളെ മുഴുവൻ ഭയചകിതരാക്കുകയാണോ? വ്യക്തികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? വ്യക്തികളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? തലമുറകളുടെ പുറകിലേക്ക്, തലമുറകളെ മാനസാന്തരപ്പെടുത്തി നടക്കുന്നതിന് മുമ്പ് സ്വയം മാനസാന്തരപ്പെടാൻ പഠിക്കുകയല്ലേ വേണ്ടത്? അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്
പഴയ തലമുറകളിലെ പാപം കണ്ടെത്തി പരിഹാരം പറയുന്ന കൗൺസിലേഴ്സ്. ക്രൈസ്തവ സുവിശേഷത്തിൽ നിരക്കുന്നതല്ല, മാറേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പൊ പറയും, ബ്രദറെ എൻ്റെ ജീവിത അനുഭവമാണ്, ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ആ ബ്രദർ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആ നിമിഷം എനിക്ക് വിടുതൽ സംഭവിച്ചു ബ്രദറെ. ഭയങ്കര അനുഭവമായി. അനുഭവമാണ് അറിയേണ്ടത്, അനുഭവമല്ല വിശ്വാസം. ഒരു വ്യക്തിക്ക് ഒരു സൽകൃത്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നേ നമ്മുടെ ദാനധർമ്മത്തിന്റെ ഫലമാണ്. അതിന് പൂർവികമായി യാതൊരു ബന്ധമില്ല. നാം ചെയ്യുന്ന പുണ്യപ്രവൃത്തികളും പ്രാർത്ഥനകളും നമ്മെ വിശദീകരിക്കും. അത് പൂർവികരുടെ ബന്ധനം കിട്ടതുകൊണ്ട് ഉണ്ടാവുന്നതല്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരുന്നത് കൊണ്ടുണ്ടാവുന്നതാണ്. അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചോ അത് സത്യമാകണമെന്നുണ്ടോ? വിശ്വാസ സംബന്ധമായ കാര്യമാണ് സത്യം. യേശു പഠിപ്പിച്ചതിന് വിരുദ്ധമായ വസ്തുത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണോ? യേശു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക, പൂർവികരുടെ പാപത്തിന്റെ ഫലമല്ല ഒരു വ്യക്തിക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും. അവൻ്റെ അംഗവൈകല്യമോ അവൻ്റെ മാനസിക പ്രശ്നങ്ങളോ എന്തും പൂർവികരുടെ ശാപമാണ്. തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും ഒരു സഹോദരിയോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്, ബ്രദറെ എൻ്റെ കുഞ്ഞ് ബുദ്ധിമാന്യം സംഭവിച്ച കുഞ്ഞാണ്, അവൻ എന്ത് ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞുകൂടാ. അവൻ ചിലപ്പോൾ പാപമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അറിഞ്ഞുകൂടാ. അവനറിഞ്ഞൂടാ പാപം ചെയ്യുന്ന കാര്യം. ബ്രദറെ എല്ലാവരും പറയുന്നു ഇത് പിശാചുബാധയാണെന്ന്. എൻ്റെ കുഞ്ഞിനെ ബുദ്ധിമാന്യം സംഭവിച്ചത് ബാധ്യതയായിട്ടാണോ? എനിക്ക് വളരെ സങ്കടം തോന്നി. എന്താ കാരണം അറിയാമോ? പാപം എന്ന് പറയുന്നതിന് 3 കാര്യമുണ്ട്: അറിവ്, സമ്മതം, ഗൗരവം. ഇത് 3 ഒത്തുചേർന്നാൽ മാത്രമേ പാപം ഉണ്ടാകുന്നുള്ളൂ. ഞാൻ വളരെ വ്യക്തമായി പറയാം, ആ ബുദ്ധിമാന്യം സംഭവിച്ച വ്യക്തി ഇതിന് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് അറിവ് ഇല്ല. ആ വ്യക്തി ബുദ്ധിമാന്യം സംഭവിച്ച വ്യക്തി സ്വർഗത്തിൽ പോകാതെ നമ്മൾ ആരും സ്വർഗത്തിൽ പോകില്ല. ഇത് മനസ്സിലാക്കി വെച്ചോളൂ. അതായത് ചെയ്യുന്ന പ്രവൃത്തി പാപമാണ് അല്ലയോ എന്നറിയാത്ത ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ നിന്ന് കണ്ടു വിധിക്കുക. ആ വ്യക്തി സ്വർഗത്തിൽ പോകാതെ നാം ആരും സ്വർഗത്തിൽ പോകില്ല. കാരണം എന്താ? ആ വ്യക്തിയിൽ ആരോപിക്കുവാൻ പാപമില്ലെന്നേ. ദൈവത്തിന്റെ മുമ്പിൽ ആ വ്യക്തി നിൽക്കുമ്പോൾ ദൈവം തന്നെ പറയില്ലേ, ആ വ്യക്തിക്ക് അറിവില്ലാത്തത് കൊണ്ട് ചെയ്തത് തെറ്റല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയില്ലേ? ദൈവത്തിന്റെ കരുണ എത്ര അധികമായ വ്യക്തിയിൽ പ്രവേശിക്കും. അപ്പോൾ ചോദ്യം നമ്മുടെ അടുത്തേക്ക് ഉണ്ടാവും, അറിവുണ്ടായിട്ടും നീ എന്തുകൊണ്ട് പാപം ചെയ്തുവെന്ന്. അപ്പോൾ ഈ അറിവില്ലാത്ത വ്യക്തിയെ പിശാചുബാധയുള്ള വ്യക്തിയായി ചിത്രീകരിച്ചുകൊണ്ട് ആ കുടുംബത്തെ ശപിക്കപ്പെട്ട കുടുംബമായി പറഞ്ഞുകൊണ്ട് പലരും ചൂഷണം ചെയ്യുക. ഈ ഒരു പാപം എവിടെ ഇറക്കി വയ്ക്കും? ചിന്തിച്ചു നോക്കും. കൗൺസിലേഴ്സ് ചിന്തിക്കും. ഇങ്ങനെ തലമുറയുടെ ശാപം പറയുന്ന കൗൺസിലേഴ്സ് ചിന്തിക്കും. അനേകം കുടുംബങ്ങളെ വഴിതിരിച്ചിട്ടുണ്ടെങ്കിൽ, വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപം എവിടെ കൊണ്ടുപോയി വെക്കും? ബ്രദറെ, ഞാൻ ധ്യാനിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദർശനം കിട്ടി പറഞ്ഞതാ. എന്ത്? സത്യവിശ്വാസത്തിന് വിരുദ്ധമായ വസ്തുത. ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപാടും കിട്ടുന്നുണ്ടെങ്കിൽ നിന്റെ ദർശനങ്ങളും വെളിപാടും സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെത്ര ശക്തമായി പറഞ്ഞെന്നറിയാമോ? ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ വ്യക്തിയുടെ ഏത് തലമുറയുടെ പാപത്തിന്റെ ഫലമാണ് എനിക്കിത് എന്ന് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവിക സത്യവിശ്വാസത്തിന് വിരുദ്ധമായി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപ അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ആര് പ്രവർത്തിക്കുന്നു സംശയിക്കണം. നിങ്ങൾക്ക് തോന്നും ഞാൻ പരിശുദ്ധാത്മാവിൽ ഇത് ചെയ്യുന്നു, പക്ഷെ അല്ല. എവിടെയോ വഴിതെറ്റി പോയിട്ടുണ്ട്, എവിടെയോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. സത്യവിശ്വാസത്തിന് വിരുദ്ധമായ വസ്തുത പരിശുദ്ധാത്മാവിൽ നിന്ന് വരികയില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ മേഖലകൾ അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അത് അറിവ് കുറവാണ്. അതൊരു കൂട്ടം വൈദികന്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഒരു കൂട്ടമായി ഒരുമിച്ച് ഇങ്ങനെ നിന്നുകൊണ്ടോ അത് ശരിയാകണമെന്നില്ലെന്നേ. യേശു പഠിപ്പിച്ചതിന് വിരുദ്ധമായ വസ്തുത പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. മനസ്സിലാക്ക്. യേശു പഠിപ്പിച്ചതിന് വിരുദ്ധമായ വസ്തുത പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ
പഠിപ്പിക്കണമെന്ന് യേശു പറഞ്ഞത്. യേശു പഠിപ്പിക്കാത്ത ഒന്നും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയില്ല. പഴയ നിയമത്തെ ആശ്രയിച്ച് പോകല്ലേ. പഴയ നിയമത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലാണ്. പഴയ നിയമത്തിൽ ഒരു പക്ഷെ പൂർവികരെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കണം. യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ബൈബിളിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ആദ്യ ഉൽപ്പത്തിയിലെല്ലാം ഇതുപോലെയുള്ള പഴയ കാലത്തവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇത് അനുഭവിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിന്റെ അപ്പന്റെ പാപത്തിന്റെ പിതാവിന്റെ പാപത്തിന്റെ ഫലം 4 തലമുറ അനുഭവിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അടിസ്ഥാന കാരണമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ നോക്കിക്കോ, പുറപ്പാട് പുസ്തകത്തില് ദൈവകൽപ്പന പാലിച്ചാൽ നീ സ്വർഗത്തിൽ പോകുമെന്നൊരു വാക്കില്ല. സ്വർഗത്തിൽ പോകുന്ന വാക്കില്ല. മറിച്ച് തേനും പാലും ഒഴുകുന്ന കാലം ദേശത്ത് നിന്റെ 1000 തലമുറ താമസിക്കും എന്നാ പറയുന്നത്. നീ പാപം ചെയ്താൽ നിന്റെ 7 തലമുറ ശിക്ഷിക്കപ്പെടും. ഇതാണ് പറയുന്നത്. കാരണം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നുള്ള ആ വിശ്വാസത്തിന്റെ വെളിപാട്, ആ ഒരു വിശ്വാസത്തിന്റെ ദർശനം ആ കാലഘട്ടത്തിലുള്ളവർക്ക് കിട്ടിയിട്ടില്ല. ദാനിയേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള ആ സന്ദേശം അവർക്ക് വെളിപ്പെട്ടു വരുന്നത്. ക്രമാനുഗതമായി ലഭിക്കുന്ന വെളിപാടാണത്. അപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, പിതാക്കന്മാർ പച്ചമുന്തിരി കഴിച്ചു, മക്കളുടെ പല്ല് പുളിക്കില്ല. അവിടെ വെച്ചത് ആ ദർശനം അത് പ്രവാചകന്മാർക്ക് മനസ്സിലായി. ഈ വെളിപാടിന്റെ പൂർണ്ണതയാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഈ മനുഷ്യൻ അന്ധനായിരിക്കുന്നത് ഇവരുടെ പൂർവികന്റെ പാപത്തിന്റെ ഫലമല്ല, ഇവന്റെ പാപത്തിന്റെ ഫലമല്ല. യേശു കുരിശിൽ മരിച്ചത് യേശുവിന്റെ പാപത്തിന്റെ ഫലമാണോ, യേശുവിന്റെ പൂർവികരുടെ പാപത്തിന്റെ ഫലമാണോ? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതാ യേശു. അത് യേശു സ്വീകരിച്ചതാ. പാപത്തിന്റെ പനിഷ്മെന്റ് നമ്മളാണ് സഹിക്കുന്നതെങ്കിൽ, നമ്മുടെ പിതാക്കന്മാരുടെ പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ, പിന്നെ എന്തിനാ യേശു കുരിശിൽ മരിച്ചത്? ചിന്തിക്കണ്ടേ? നമ്മുടെ പൂർവികരുടെ പാപത്തിന്റെ ഫലം നമ്മളിപ്പോൾ തീർക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് യേശു കുരിശിൽ മരിച്ചത്? അബദ്ധജഡികമായ ഈയൊരു ശുശ്രൂഷയിൽ നിന്ന് പിൻവലിക്കുക. നമ്മൾ പുതിയ നിയമം നോക്കൂ. യേശു കുദാശകൾ തന്നിട്ടില്ലേ നമുക്ക്? ഏതെങ്കിലും കുദാശയിൽ പൂർവികരുടെ പാപത്തിന്റെ ഫലമാണ് ഇന്നത് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിടുതൽ ചെയ്ത ശുശ്രൂഷയുണ്ടോ? ഏതെങ്കിലും ചർച്ചയിലുണ്ടോ? പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ, പൂർവികർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുകയല്ലാതെ, പൂർവികരുടെ പാപത്തിന്റെ ഫലം അനുഭവിക്കുന്ന ഈ പാപത്തിന്റെ ഫലം കെട്ടുകഴിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രാർത്ഥന നമുക്കുണ്ടോ? ലിറ്റർജിയിൽ, കുദാശകളിൽ ആളുകൾ എഴുതിയിട്ടുണ്ടാക്കുന്ന പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ബാധകമല്ലല്ലോ. ലിറ്റർജിയിലുണ്ടോ? മാമോദീസയിലുണ്ടോ? യാമപ്രാർത്ഥനകളിലുണ്ടോ? കുർബാനയിലുണ്ടോ? ഓഫീസിലുണ്ടോ? അന്വേഷിച്ച്. സഭാവിരുദ്ധമായ, വിശ്വാസത്തിന് വിരുദ്ധമായ പ്രബോധനങ്ങൾ നൽകി അനേകരെ കൂട്ടത്തോടെ അന്ധനെ നയിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴും. ഇതുപോലെ ചതിക്കപ്പെടുന്ന സമൂഹം ഇന്ന് സഭയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സഭ ഇതിനെതിരെ ശക്തമായി പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് മെത്രാൻ പറയുന്നതല്ലല്ലോ വേദവാക്യം, ധ്യാനഗുരു പറയുന്നതല്ലേ, കൗൺസിലേഴ്സ് പറയുന്നതല്ലേ. ഇതാണ് പ്രശ്നം. അപ്പോൾ ആരാണ് ആരെ നയിക്കുന്നത്? അന്ധനെ നയിച്ച കൊഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകമായി സഭയുടെ വിശ്വാസത്തിനോട് ചേർന്ന് നിൽക്കുക. നമുക്ക് മാമോദിസയോട് ദൈവമക്കളായവരാണ്. എൻ്റെ അപ്പൻ്റെ മകൻ എന്നതിനേക്കാൾ എൻ്റെ പിതാവിൻ്റെ മകൻ എന്നതിലേക്ക് ഞാൻ വളരണം. നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നത് എന്തിനാ? സ്വർഗസ്ഥനായ പിതാവിനെ ആ പിതാവെ അപ്പ എന്ന് വിളിക്കാനുള്ള അവകാശത്തിനാണ്. അത് എന്തിനാണെന്നറിയാമോ? ജനിതകമായി നമുക്കിന് വളർന്നു വരുന്ന എല്ലാം ബ്രേക്ക് ചെയ്യാനാണ്. അതാണ് മാമോദിസയുടെ നമുക്ക് ദൈവമക്കൾ എന്ന സ്ഥാനം. സ്വർഗസ്ഥനായ പിതാവിന് പാപമുണ്ടെങ്കിലേ എൻ്റെ അടുത്ത് പാപമുള്ളൂ. പാപത്തിന്റെ ഫലം. ഞാൻ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ മാത്രമാണ്. എൻ്റെ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളിലും അടിസ്ഥാനപരമായ കാര്യം ഞാൻ ചെയ്യുന്ന പാപമാണ്. അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനർത്ഥം
ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നമുണ്ടാവും. ഞാൻ ചെയ്തു പോയൊരു പാപത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കില്ല. അതായത് ഞാൻ മുമ്പ് ഒരു കാലത്ത് ഒരു പാപിയായിരുന്നു, മഹാപാപിയായിരുന്നു. അതിനല്ല ഞാൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ആ പാപത്തിന്റെ ഫലം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊന്നുമില്ല. യേശു അത് സ്വീകരിച്ചു. ഞാൻ പാപത്തിലാണോ, ഇപ്പോൾ ഞാൻ നിലവിൽ സ്റ്റിൽ പാപത്തിലാണോ എങ്കിൽ അതിന്റെ പരിണത ഫലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.